ദൈവമേ, എന്റെ കുഞ്ഞിനൊന്നും പറ്റില്ലേ? ഒക്കെ പറയാം. കാർത്തേട്ടാ, എന്താ കാര്യം? നീ ഒന്ന് നിൽക്ക്. നന്ദിനി, ദൈവമേ, ഇത് തുറക്കാൻ കഴിയുന്നില്ലല്ലോ. ചതിച്ചോ? ഇതിന്റെ താക്കോൽ എവിടെയാ? അറിയില്ല. അയ്യോ, അതിലും ഒരു ചതി നടന്നിട്ടുണ്ടല്ലോ. തിരുമേനി, എന്റെ ധർമ്മശാസ്താവെ രക്ഷിക്കണേ. എന്താ എന്താ പറ്റിയത്? അമ്മ താക്കോലൂടെ പോയി. ആരോ വാതിൽ പൂട്ടിയതാണല്ലോ. മുൻവാതിൽ അടച്ചു കഴിഞ്ഞാൽ നിലവറയ്ക്കുള്ളിൽ കാറ്റും വെളിച്ചവും കിട്ടില്ല. എന്റെ ദൈവമേ, വായു കിടക്കാത്ത നിലവറയിലെ 5 മിനിറ്റിനപ്പുറത്തേക്ക് ഒരാൾ ജീവിച്ചിരിക്കാൻ സാധ്യത കുറവാണ്. തിരുമേനി, ദേവി, മോളെ, മോളെ നന്ദിനി, ദേവി, മോളെ. എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ അമ്മ. അത് നമ്മുടെ ദേവി അല്ലായിരുന്നു മോളെ. മോളെ, മോളെ, മോളെ നന്ദിനി. നമ്മളെ ഉപദ്രവിക്കാൻ വന്ന ഒരു ഉഗ്രമൂർത്തിയായിരുന്നു. എന്റെ ദൈവമേ, നന്ദിനിമാര് ഇവിടെ 2 പേരുണ്ടെന്നാ മൈഥിലിയും പറഞ്ഞത്. മക്കളെ, താക്കോൽ എവിടെ പോയിന്ന് നോക്ക്. അല്ല, ഈ വാതിൽ ഇങ്ങനെ പൂട്ടിയത് ആരായിരിക്കും? അതാ മൈഥിലി ആയിരിക്കും, അല്ലാതാരാ? എനിക്ക് ഇപ്പൊ തന്നെ അവളോട് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. മോനെ കാർത്തി, ഇപ്പൊ അവളോടൊന്നും ചോദിക്കാൻ പോവണ്ട. ഈ നിലവറ പൂട്ടിയത് അവളാണെങ്കിൽ താക്കോല് അവളുടെ കയ്യിൽ തന്നെ കാണില്ലേ മുത്തശ്ശി? അവള് മനഃപൂർവ്വം നിലവറ പൂട്ടിയതാണെങ്കിൽ താക്കോൽ അവള് തരുവോടാ? അതുവരെ അകത്ത് കിടക്കുന്ന നന്ദിനി ജീവിച്ചിരിക്കില്ല. ദേവി, നിങ്ങൾ അതിനൊന്നും പോവാതെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ വാതിൽ തുറന്ന് നന്ദിനി രക്ഷിക്കാൻ നോക്ക് മക്കളെ. എന്റെ അമ്മ. ചെല്ല്. ദേവി, 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 ദേവി. അമ്മേ, മോനെ, ഇതിന് വല്ലാത്ത ശക്തിയാണമ്മേ. എന്റെ ദൈവമേ. കരയാതെ മഹാദേവനോട് പ്രാർത്ഥിക്കെല്ലാവരും. ദേവി, എന്റെ ഈശ്വര. ദേവി, അവളാ മൈഥിലി മനഃപൂർവ്വം ഇവരെ കൊല്ലാൻ വേണ്ടി ഈ നിലവറ പൂട്ടിയതായിരിക്കും. മോളെ നന്ദിനി, മോളെ, എന്റെ ദൈവമേ. മോനെ, ഇനി അതിനൊന്നും സമയമില്ല മോനെ. എന്റെ മോള് ജീവിച്ചിരിപ്പുണ്ടോന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. എന്റെ മഹാദേവ, രക്ഷിക്കണേ. എന്റെ അമ്മ രക്ഷിക്കണേ ഭഗവാനെ. എന്റെ മഹാദേവ. അയ്യോ ദൈവമേ, എന്റെ അമ്മ രക്ഷിക്കണേ. എന്റെ ദൈവമേ. നിലവറയുടെ താക്കോല്. അമ്മനെ, അവിടെ നിന്നൊരായിരം നന്ദി. അച്ഛാ, കാർത്തേട്ട, നിലവറയുടെ താക്കോല്. മോളെ, താക്കോൽ എവിടെ നിന്ന് കിട്ടി? വേഗം കൊണ്ട് തന്നതാ. സാക്ഷാൽ പരമശിവൻ
എന്റെ അമ്മ അത്രയ്ക്ക് ഇഷ്ടമാ ഭഗവാന്. ദേവി 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 മോളെ, മോളെ നന്ദിനി, മോളെ, ദേവമേ എന്താ പറ്റിയേ? ദേവമേ മോളെ നന്ദിനി, മോളെ, ദേവമേ അമ്മ കണ്ണു തുറക്കമ്മേ. ദേവി 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 കണ്ണു തുറക്ക് ദേവി ദേവി ദേവമേ ദേവമേ കണ്ണു തുറക്ക് ദേവമേ. കുട്ടേ കുറച്ച് വെള്ളം കൊണ്ടുവരും. ആ ഞാനിപ്പോ കൊണ്ടുവരും തിരുമേനി. ദേവി കണ്ണു തുറക്ക്. മോളെ നന്ദിനി, മോളെ ഒന്ന് കണ്ണു തുറക്കാൻ. ദേവി ദേവി ഞാനാ ദേവി കണ്ണു തുറക്ക് ദേവി ദേവി അമ്മ അമ്മ കണ്ണു തുറക്കമ്മേ. ദേവമേ ഒന്ന് കണ്ണു തുറക്ക് ദേവമേ. മോളെ നന്ദിനി എഴുന്നേക്ക്. മോളെ മോളെ കണ്ണു ദേവി തുറക്ക. ദേവി കണ്ണു തുറക്ക്. പ്രാർത്ഥിച്ചോളൂ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ദേവി നമ ശിവായ. തിരുമേനി വെള്ളം. ആ വെള്ളം കുട്ടിയുടെ മുഖത്തേക്ക് തളിക്കുക. പുറത്തൂടെ തലയ്ക്ക്. ഓം നമ ശിവായ. ദേവി കണ്ണു തുറക്ക്. എഴുന്നേക്ക്. അമ്മേ മോളെ, അമ്മ കണ്ണു തുറക്കമ്മേ. അമ്മ കണ്ണു തുറക്കമ്മേ. മോളെ കണ്ണു തുറക്ക് ദേവി. അമ്മേ ദേവി, അമ്മേ കണ്ണു തുറന്നു ദേവി. എന്റെ ഭഗവാനെ, ദേവി ദേവി ചേട്ടാ ഞാൻ മരിച്ചു പോയിന്ന് കരുതിയോ ചേട്ടാ? മോളെ ഇല്ല എന്നെ വിട്ടു പോവാൻ നിനക്കാവില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഞാനൊന്ന് പേടിച്ചു പോയി ദേവി. ഞാനൊരു മനുഷ്യനല്ലേ. ചേട്ടന് വേണ്ടി ജനിച്ച പെണ്ണാണ്. ചേട്ടനെ തനിച്ചാക്കി എന്നെ മാത്രം വിളിക്കൂ ദൈവം. ദേവി ചേട്ടാ മഹാദേവ നീ തന്നെ കാത്തു. എന്റെ ഭഗവാനെ, അവൻ പറഞ്ഞ വീട് ഇത് തന്നെയാണോ? വിളിച്ചു നോക്കാം. മൈഥിലേ, എടാ നീ പറഞ്ഞ അടയാളം വെച്ച് ഞാനിവിടെ വന്നു. ഈ ഉത്രാടം എഴുതിയ വീടാണോ? അത് തന്നെ. വാതിൽ തുറന്ന് കിടപ്പുണ്ട്. നീ അകത്തേക്ക് വാ. ശരി, ഓക്കെ. അടിപൊളി വീടാണല്ലോ. വാടകയ്ക്കെടുത്തതായിരിക്കും.
അത് ശരി, രാവിലെ എഴുന്നേറ്റപ്പോ തുടങ്ങിയതായിരിക്കും ഈ മുടിഞ്ഞ വെള്ളമടി. എടേ, ചില സിറ്റുവേഷൻസിൽ ഇവന്റെ മഹനീയ സാന്നിധ്യം വലിയൊരു അനുഗ്രഹം. എടേ, മദ്യം മനുഷ്യനെ മഹാമാരാകൂന്ന് കാളിദാസ മുതലേ കാളിയാർ തങ്കപ്പം വരെ എഴുതിയിട്ടുണ്ട്. ദേ, ഓവർ ആക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോകും. നീ ഇരിക്കുമായതിൽ എങ്ങനെയുണ്ട് ഈ പുതിയ വീട്? നല്ല വീടാ. ഇതിനകത്ത് കയറിയപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്, ഈ കള്ളിന്റെ പണം ഒഴിച്ച്. കള്ളിൻ്റെ മണം നീ വിട്. എനിക്കും എൻ്റെ മൈഥിലിക്കും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ വാടകയ്ക്കെടുത്ത വീടായിരുന്നു. പക്ഷേ എൻ്റെ ആ മോഹം സാക്ഷാത്കരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് കാരണങ്ങൾ പലതാ. പക്ഷെ അത് എന്ത് തന്നെയായാലും ഈ വീടിൻ്റെ പുറകിൽ എനിക്കൊരു ശവക്കുഴി വെട്ടേണ്ടി വരും. ആ ശവക്കുഴിയിൽ എനിക്കൊരാളെ വെട്ടി മൂടേണ്ടിയും വരും. നീ എന്തൊക്കെയാ വൈശാഖി പറയുന്നേ? ഞാൻ കള്ളുമൂത്ത് പറയുന്നതായിട്ടും നീ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ പറയുന്നത് കാര്യവാടി. കൊലപാതകം കഴിഞ്ഞ് ഞാൻ പോലീസിനെ വെട്ടിച്ച് നടക്കാനൊന്നും പോകുന്നില്ല. കൊന്നു കഴിഞ്ഞ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക്, കോടതിയിൽ ഞാൻ കുറ്റം സമ്മതിക്കും, പിന്നെ സെൻട്രൽ ജയിലിലേക്ക്. എന്താ വൈശാഖി ഇത്? ആരെയാ നീ കൊല്ലുന്നേ? കാർത്തിയോ അതോ മീനാക്ഷിയോ? അവരെയൊക്കെ ഞാൻ എന്തിന് കൊല്ലണം? ഞാൻ കൊല്ലാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരാളെ. മറ്റൊരാളെയോ? അതെ, എന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെ. പെണ്ണിനെയോ? ഏത് പെണ്ണ്? നീ തന്നെ, അല്ലാതെ ആര്? എന്നെ അനുനിമിഷം വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിന് വേണ്ടി ഞാൻ എന്തിനീ എന്റെ ജീവിതം ഹോമിക്കണം? നിന്നെ ഞാൻ വഞ്ചിച്ചെന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വൈശാഖേ. നിന്റെ നാടകങ്ങൾ എന്നോട് വേണ്ട. നിനക്ക് കാർത്തിയുമായിട്ട് ഡിവോഴ്സ് വേണ്ട, ചെമ്പകമംഗലത്ത് നിന്ന് പോവുകയും വേണ്ട. വൈശാഖേ, കോടാനുകോടി വില വരുന്ന ഉടവാളും വേണ്ട, കുഞ്ഞിനെയും വേണ്ട. കാർത്തികിന്റെ ഭാര്യയായിട്ട് തുടർന്നാ മതി. അയ്യോ, എന്റെ ദൈവമേ, എന്തൊക്കെയാ നീ പറയുന്നേ? ഡ്രാമ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. വൈശാഖേ, മീനാക്ഷിയുടെ കണ്ണീര് കാണണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. നിനക്ക് മീനാക്ഷിയുടെ കണ്ണീര് കാണാൻ വേണ്ടി ഞാൻ എന്റെ ജീവിതം തോലിക്കണോ? ഈ റിസ്കുകളെല്ലാം ഏറ്റെടുത്ത്, ഈ പഴികളെല്ലാം കേട്ട് ഞാൻ നിന്നെയും തട്ടിക്കൊണ്ട് ചെമ്പകമംഗലത്ത് നിന്ന് പോന്നത് നിന്നോടത്ത് ജീവിക്കാനാ. ഞാൻ പ്രേമിച്ച പെണ്ണെന്നെ ചതിക്കുകയാണെങ്കിൽ ചതിക്കുന്നവളെ തീർത്തിട്ട് ജയിലിലേക്ക് പോകുന്നത് തന്നെയാ നല്ലതെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. വൈശാഖേ, ഇതൊന്നും എന്റെ മാത്രം പ്ലാനുകളല്ല. നീയും ഇന്ദ്രജ അമ്മായിയും കൂടെ പറഞ്ഞിട്ടാ ഞാൻ ഇതിനൊക്കെ തയ്യാറായത്. അതൊക്കെ ശരി തന്നെ. പക്ഷെ നിന്റെ ആറ്റിറ്റ്യൂഡൊക്കെ പെട്ടെന്ന് മാറി. നിന്റെ ലക്ഷ്യം എന്താന്ന് ഞാൻ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു. മീനാക്ഷി കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും കാർത്തിയെ വിട്ടുകളയാൻ നിനക്കിപ്പോ മനസ്സ് വരുന്നില്ല അല്ലേ? അവന്റെ ഭാര്യയായിട്ട് നിനക്ക് തുടർന്ന് ജീവിക്കണം. കള്ളു കുടിച്ചോണ്ട് നിനക്ക് ഭ്രാന്തായിരിക്ക. വെറുതെ പിച്ചും പേയും പറയല്ലേ. എനിക്ക് വളരെ കൃത്യമായ ചില പ്ലാനുകളുണ്ട്. അതനുസരിച്ച് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. എവിടെ പോകുന്നു? ഇനി നീ ഒരിടത്തേക്കേ പോകുന്നുള്ളൂ. ഞാൻ കുഴിച്ചിട്ട കുഴിയിലേക്ക്. നിന്റെ ശവസംസ്കാരം ഞാൻ ഒറ്റയ്ക്കങ്ങ് നടത്താൻ പോവാ. മാറി നിൽക്ക്, എനിക്ക് പോണം. വെറുതെ വെക്കലടി. പരലോകത്തേക്ക് ഞാൻ തന്നെ നിന്നെ പറഞ്ഞയക്കാം.
മോളടാ, എനിക്ക് പോണം. എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിന്നെ ഏറ്റെടുത്തവനാ ഞാൻ. ഈ വഞ്ചന ഞാൻ സഹിക്കില്ലടി. കരയല്ലേ? ഓ ഓ ഓ ഓ, കരയില്ലേ കരയില്ലേ കരയില്ലേ. എന്തുവാ പാപ്പ ഇപ്പൊ തരാട്ടോ. ഇവളിത് എവിടെ പോയിരിക്കുക? ഇങ്ങനെ ഉത്തരവാദിത്വം സ്നേഹവും ഇല്ലാത്തൊരു സ്ത്രീ. ഓ ഓ ഓ, കരയല്ലേ വാവേ. എന്താ മോളെ? കുഞ്ഞ് വിശന്ന് പൊരിഞ്ഞ് കരയാമ്മേ. ആ മൈഥിലിയാണെങ്കി ഇവിടെ എങ്ങും കാണാനുമില്ല. അവളിത് എവിടെ പോയിരിക്കുക? ആ, ആർക്കറിയാം. കുഞ്ഞിന് വേണം എന്ന് പറയുന്നതല്ലാതെ കുഞ്ഞിനോട് എന്തെങ്കിലും സ്നേഹം അവക്കുണ്ടോ? അവൾ ഏതെങ്കിലും വഴിക്ക് പോട്ടെ. കുഞ്ഞിന് ടിൻപാല് കൊടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞല്ലേ. മാത്രമല്ല കുഞ്ഞിനെ നമ്മള് അവളിൽ നിന്ന് മാറ്റാനും തീരുമാനിച്ചല്ലേ. ഞാൻ കുപ്പിപ്പാല് കലക്കിക്കൊണ്ടുവരാം. എന്താ പ്രശ്നം? മോളെന്തിനാ കരയുന്നേ? അതിനെ വിശന്നിട്ടാന്നേ ആ മൈഥിലി ഇവിടെ കാണാനുമില്ല. കാണാനില്ലേ? സന്തോഷമായി. അവൾ ഒരു പോക്ക് പോയതായിരിക്കും. ഇവിടെ നിന്നാലേ ആരുടെയും കയ്യിൽ നിന്ന് പെടുമരണം മേടിച്ചു കിട്ടും നമുക്ക് നന്നായിട്ട് അറിയാം. അവൾ അങ്ങനെ പോവോ അമ്മായി? അത് ചുറ്റിയ പാമ്പല്ലേ, കടിക്കാതെ പോവോ? അവള് വെറുതെ വെല്ലുവിളിക്കുന്നേ മോളെ. ഉള്ളില് പേടി കാണും. അതുകൊണ്ടേ ചിലപ്പോ മുങ്ങിയതായിരിക്കും. അതൊന്നും അല്ല അമ്മായി. അവൾ ഒരുക്കുന്ന കെണികൾക്കും ചതികൾക്കും പിന്നിൽ അവള് മാത്രല്ല ഉള്ളത്. അടുത്ത പ്ലാൻ ആലോചിക്കാൻ പോയതായിരിക്കും അവള്. യാതൊരു സംശയവും വേണ്ട. എന്റെ മണർകാടമ്മേ, ആറ്റുകാലമ്മേ, ആ ശല്യത്തെ ചെമ്പകമംഗലത്ത് നിന്ന് ഒഴിപ്പിച്ചു തരണേ. ഓ അവിടെ ആരെങ്കിലും ഒന്ന് തല്ലി കൊല്ലണേ എന്റെ ദൈവങ്ങളെ. കരയാതെ മോളെ. കണ്ടോ, എന്തെങ്കിലും വഴക്കുണ്ടോന്ന് നോക്ക്. കുപ്പിപ്പാല് കുടിച്ചിട്ടും കുഞ്ഞുറങ്ങിയില്ലേ? അതെ അമ്മേ, പാവം വിശന്നപ്പ കരഞ്ഞു. പാലിന്റെ രുചി മാറിയപ്പോ ഒന്ന് അടഞ്ഞു. പകരം വേറെ പാല് കിട്ടില്ലെന്ന് ഉറപ്പായപ്പോ കിട്ടിയ പാല് കുടിച്ച് ഉറക്കമായി. കഷ്ടം. അതൊന്നും സാരമില്ല മോളെ. പ്രസവത്തോടെ അമ്മ മരിച്ചുപോയ എത്രയോ കുഞ്ഞുങ്ങൾ ഇതുപോലെ ടിൻപാല് കുടിച്ച് വളർന്നിട്ടുണ്ട്. ഇപ്പൊ വളരുന്നുമുണ്ട്. ആ ഡോക്ടർ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് അത്ഭുതം. ആ പോട്ടെ, എങ്ങനെയാണെങ്കിലും മുലപ്പാല് കുടിക്കുന്നതിന്റെ ഗുണം ഏത് പാല് കുടിച്ചാലും കുട്ടികൾക്കുണ്ടാവില്ല. അതിനുള്ള ഭാഗ്യം വൈകുമോൾക്കുണ്ടായി. അങ്ങനെ അങ്ങ് കരുതിയാ മതി. ആ, ഇനി മുതൽ ഇക്കാര്യത്തിൽ ആ വൃത്തികെട്ടവളുടെ സഹായം നമുക്ക് ആവശ്യമില്ലല്ലോ. അവളുടെ ഒരു ഭീഷണി. ഈ തറവാട്ടിലേക്ക് കയറി വന്നൊരു ദുശകുനം അവള്. അവളെ ഏത് വിധേനയായാലും ഈ വീടിന് പുറത്താക്കണം. അതായിരിക്കണം ഇനി നമ്മുടെ ലക്ഷ്യം. അതിന് ഞാനൊരു പോംവഴി കണ്ടെത്തിയിട്ടുണ്ടമ്മേ. പോംവഴിയോ? എന്ത് പോംവഴി? അമ്മ ഒന്ന് പുറത്തേക്ക് പോയി നോക്കിയേ.